നമസ്കാരം. ഇസ്രായേലിൽ കെയർ ഗിവറായിരുന്ന ജിനേഷിന് സംഭവിച്ചതെന്ത്? മരണരഹസ്യം തേടി നീതിക്ക് വേണ്ടിയുള്ള ഭാര്യ രേഷ്മയുടെ പോരാട്ടത്തിനൊപ്പം മറുനാടനും ഉണ്ടായിരുന്നു. നിരവധി റിപ്പോർട്ടുകൾ നൽകിയും അന്വേഷണം നടത്തിയും തുണയാകാൻ മറുനാടൻ ശ്രമിച്ചെങ്കിലും രേഷ്മ വിഷം കഴിച്ച മരണത്തെ വരവേറ്റതോടെ അതെല്ലാം വിഫലമായ അവസ്ഥയും. ഇസ്രായേലിൽ പ്രായമായവരെ പരിചരിക്കുന്ന ജോലി ചെയ്യവേ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയനാട് സ്വദേശി ജിനേഷ് പി സുകുമാരന്റെ ഭാര്യ രേഷ്മയാണ് കഴിഞ്ഞ ദിവസം വിഷം കഴിച്ച് ജീവനൊടുക്കിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് 34 വയസ്സുകാരിയായ രേഷ്മയുടെ മരണം സംഭവിച്ചത്. ഭർത്താവിന്റെ മരണത്തെ തുടർന്നുണ്ടായ കടുത്ത മനോവിഷമമാണ് രേഷ്മയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ബന്ധുക്കൾ ആദ്യം പറഞ്ഞിരുന്നു. 2 ദിവസം മുൻപാണ് വയനാട് കോളേരി സ്വദേശിനിയാണ് രേഷ്മ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ജിനേഷിന്റെ മരണത്തിന് പിന്നിലെ സത്യമറിയാൻ രേഷ്മ അവസാന നിമിഷം വരെ പോരാടിയിരുന്നു. ജിനേഷിനെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്നതായിരുന്നു രേഷ്മയുടെ പ്രധാന സംശയം. ഇക്കാര്യം അന്വേഷിച്ച് ഇസ്രായേലിലെ സുഹൃത്തുക്കളെയും അധികാരികളെയും രേഷ്മ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ലാത്തതും ജിനേഷിന്റെ മരണം സംബന്ധിച്ച ദുരൂഹതകളും ആ യുവതിയെ കടുത്ത മാനസിക വിഷമത്തിലേക്ക് തള്ളിവിട്ടു. മരണത്തിന് പിന്നിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് കോളിയാടിയിൽ ജനകീയ പ്രതിഷേധം ഇരമ്പുകയാണ്. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അനാഥയായ ഇവരുടെ 10 വയസ്സുകാരി മകൾക്ക് നീതി ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് സർവകക്ഷി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ ഇസ്രായേലിലേക്ക് പോയ ജിനേഷ് ജോലിയിൽ പ്രവേശിച്ച് 1.5 മാസത്തിനുള്ളിലാണ് മരിച്ചത്. ജിനേഷിന്റെ മരണത്തിനു പിന്നാലെ നാട്ടിൽ രേഷ്മയ്ക്ക് നേരെ ബ്ലേഡ് മാഫിയയുടെ കടുത്ത ഭീഷണി ഉണ്ടായിരുന്നതായി കുടുംബം പറയുന്നു. കഴിഞ്ഞ 30-ന് രേഷ്മയും മരിച്ചതോടെ ഇവരുടെ 10 വയസ്സ് പ്രായമുള്ള മകൾ ആരാധ്യ രേഷ്മയുടെ മാതാപിതാക്കൾക്കും ജനീഷിന്റെ മാതാവിനുമൊപ്പമാണ് കഴിയുന്നത്. കോവിഡ് കാലത്തുണ്ടായ ബിസിനസ് നഷ്ടത്തിൽ കടുത്ത സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ബീനാച്ചി സ്വദേശികളായ 2 പേരിൽ നിന്ന് 20 ലക്ഷം രൂപ ജനീഷ് കടം വാങ്ങിയിരുന്നതായി കുടുംബം നൽകിയ പരാതിയിൽ പറയുന്നു. 4 ചെക്ക് ലീഫുകളും മുദ്രപത്രങ്ങളും ഈടായി നൽകിയിരുന്നു. പണം കടം തന്നവരുടെ നിർദ്ദേശപ്രകാരം ചുള്ളിയോട് സ്വദേശിയുടെ അക്കൗണ്ടിലേക്ക് 14,76,961 രൂപ ജനീഷ് തിരികെ നിക്ഷേപിക്കുകയും ചെയ്തു. ബാക്കി തുകയും 5% പലിശയും ചേർത്ത് പല തവണയായി മടക്കി നൽകി. എന്നാൽ ചുള്ളിയോട് സ്വദേശി തനിക്ക് 20 ലക്ഷം രൂപ ലഭിക്കാനുണ്ടെന്ന് പറഞ്ഞ് ചെക്ക് ലീഫ് ഉപയോഗിച്ച് എറണാകുളം കോടതിയിലും ബീനാച്ചി സ്വദേശി മറ്റൊരു ചെക്ക് ലീഫ് ഉപയോഗിച്ച് 20 ലക്ഷം കിട്ടാനുണ്ടെന്ന് കാണിച്ച് ബത്തേരി കോടതിയിലും കേസ് നൽകിയിട്ടുണ്ടെന്നും ഷൈലയുടെ പരാതിയിൽ പറയുന്നു. ജനീഷും രേഷ്മയും ചേർന്ന് അടുത്തിടെ കോളിയാടിയിൽ പൂർത്തിയാക്കിയ വീട്ടിൽ ഇപ്പോഴുള്ളത് ജനീഷിന്റെ മാതാവ് രാധയും രേഷ്മയുടെ മാതാപിതാക്കളായ ഷൈല, ഗിരീഷ് എന്നിവരും ജനീഷിന്റെയും രേഷ്മയുടെയും ഏകമകളായ 10 വയസ്സുകാരി ആരാധ്യയുമാണ്. അടുത്തിടെ വീട് അറ്റാച്ച് ചെയ്യുന്നതിനുള്ള ഒരു നോട്ടീസ് വന്നിരുന്നു. അതിനുശേഷം രേഷ്മ ഏറെ മനോവിഷമത്തിലായിരുന്നു. കടബാധ്യതകൾക്കിടയിൽ വീട് മാത്രമായിരുന്നു ബാക്കി. അതുകൂടി നഷ്ടപ്പെടുമെന്നായപ്പോൾ അവൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ജനീഷിന് പണം കടം നൽകിയവർ ജനീഷിനെയും രേഷ്മയെയും പല തവണ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കാറു തടഞ്ഞും മുറിയിൽ കൊണ്ടുപോയും ജനീഷിനെ മർദ്ദിച്ചിട്ടുള്ളതായി രേഷ്മ പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ കഴിഞ്ഞ വർഷം ജനുവരി 8-ന് ജിനേഷും ഓഗസ്റ്റ് 27-ന് രേഷ്മയും പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും തുടർ നടപടി എന്തായെന്ന് അറിയില്ല. അതിന് നടപടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ 2 ജീവനുകളും നഷ്ടപ്പെടില്ലായിരുന്നു. ജനീഷിൽ നിന്ന് പല കടലാസുകളിലും ഒപ്പിടുവിച്ചിട്ടുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന വീട് നഷ്ടപ്പെടാൻ അനുവദിക്കില്ല. മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കൊച്ചുമോൾക്ക് ആകെയുള്ളത് അതാണ്. ഒപ്പം ജനീഷ് ഇസ്രായേലിൽ എങ്ങനെയാണ് മരിച്ചത് എന്നതിന്റെ വിവരങ്ങളും എംബസി വഴി ലഭ്യമാക്കണമെന്നും ഇരുവരും പറഞ്ഞു. അതിനിടെ രേഷ്മയുടെ ആത്മഹത്യാ കേസിൽ നൂൽപ്പുഴ പോലീസ് സാമ്പത്തിക ഇടപാടുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് രേഖകൾ പരിശോധിച്ചു വരികയാണ്. പോലീസ് നിഷ്ക്രിയത്വം അവസാനിപ്പിക്കണമെന്നും പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും AIYF ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കൃത്യമായ അന്വേഷണം നടന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും ജില്ലാ പ്രസിഡന്റ് MC സുമേഷും സെക്രട്ടറി നിഖിൽ പത്മനാഭനും അറിയിച്ചു.